Hello friends, welcome back to a new session. Today we are going to discuss about psychoanalytic theory, a very important topic in the context of any exams in nursing or psychiatry. So can you just identify the person given in the image? Yes, he is Sir Sigmund Freud. He is the father of modern psychiatry. It's a common question asked in all the PSC exams. Father of modern psychiatry. Also, he is the father of psychoanalytic theory. He is the father of stages of psychosexual development. So, all these are a single person, Sir Sigmund Freud. So, let's discuss what is psychoanalytic theory, which is proposed by Sigmund Freud. Psychoanalytic theory can be discussed under three headings. These are the major three headings. First one is structure of personality, second one is topography of mind, and third one is psychosexual stages of development. Structure of personality, topography of mind, psychosexual stages of development. So let's discuss the structure of personality, ego and superego. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഈഗോ. സോ നമ്മളെല്ലാവരും വേണ്ടയും വേണ്ടാതെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈഗോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്നുള്ളത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ തൊട്ട അടുത്ത ഒരു വീട്ടിൽ ഒരു മാവിൽ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു മാങ്ങ കാണുന്നു. ആ മാങ്ങ കാണുന്ന നിമിഷം നമ്മളുടെ മനസ്സിൽ അതിനോട് തോന്നുന്ന എനിക്കത് പറിക്കണം അല്ലെങ്കിൽ എനിക്കത് കഴിക്കണം എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈദ് എന്ന് പറയുന്നത്. അതേസമയം ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചിന്തിക്കും റിയാലിറ്റി അല്ലേ, നമുക്ക് ആ ഒരു മതിലുണ്ട്, ആ മതിലിനപ്പുറത്താണ് മാവ് നിൽക്കുന്നത്, അതിൽ നിന്ന് മാങ്ങ പറിക്കണമെങ്കിൽ ഒരു തോട്ടിയോ അല്ലെങ്കിൽ കയറുകയോ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിയാലിറ്റി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ആലോചിക്കുന്നു, വേറൊരാളുടെ മാവല്ലേ, വേറൊരാളുടെ പറമ്പല്ലേ, അയാളോട് ചോദിക്കാതെ അത് പറിക്കുന്നത് ശരിയാണോ? അപ്പോൾ ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ, അതായത് എനിക്കത് വേണം എന്നുള്ള ആ ഒരു ഇതും അത് ചോദിക്കാതെ പറിക്കുന്നത് തെറ്റല്ലേ എന്നുള്ളൊരു ചിന്തയും, ഇത് രണ്ടും തമ്മിലുള്ളൊരു വടംവലി വരുന്നു. ഈ വടംവലിക്ക് ഇടയ്ക്ക് ഈഗോ ആണ് അത് അയാളോട് ചോദിച്ച് ഞാൻ ഒരു മാങ്ങ പറിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കേണ്ട, നമുക്ക് പിന്നീട് കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കാം എന്നുള്ള ഒരു റിയാലിറ്റി കോണ്ടെക്സ്റ്റിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന കമ്പോണൻ്റാണ് ഈഗോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈദ് ഐ വാണ്ട് ദാറ്റ് റൈറ്റ് നോ, എനിക്കത് ഇപ്പോൾ വേണം എന്നുള്ള ആ ഒരു ഇമ്പൾസീവ്നെസ് ആണ് ഈദ്. വേറാസ് സൂപ്പർ ഈഗോ, ഗുഡ് പീപ്പിൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ദോസ് തിങ്സ്, അങ്ങനെ നല്ല ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഈഗോ രണ്ടുപേരെയും ഇക്വിലിബ്രിയത്തിൽ നിർത്തിക്കൊണ്ട് ലെറ്റ്സ് ഫിഗർ ഔട്ട് എ വേ ടു വർക്ക് ടുഗെദർ, നമുക്ക് രണ്ടുപേരും പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. ഇതാണ് ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഈദ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ഡിസയേഴ്സ്, പ്ലഷർ സീക്കിംഗ്, അഗ്രഷൻ, സെക്ഷൽ ഇമ്പൾസ് എല്ലാം ഈദാണ്. നമുക്ക് പെട്ടെന്നങ്ങ് തോന്നുന്ന ചില കാര്യങ്ങളെല്ലാം ഈദ് എന്ന് പറയുന്നു. അതേസമയം സൂപ്പർ ഈഗോ നിങ്ങൾക്ക് കാണാം, വളരെ ഒരു പരിശുദ്ധനായ ഒരു വ്യക്തി, മോറൽ, എത്തിക്കൽ, വാല്യൂസ് ആൻഡ് പാരൻ്റൽ. സോ ദാറ്റ് ഈസ് സൂപ്പർ ഈഗോ. വേറസ് ഈഗോ ഈസ് വെരി വെൽ ഡ്രസ്ഡ്, വെരി മെച്യൂർ, അഡാപ്റ്റീവ് ബിഹേവിയർ. സോ ഓൾ ദീസ് ത്രീ ആർ ഇൻ ഇക്വിലിബ്രിയം ഇൻ എ നോർമൽ പേഴ്സൺ. അതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ഈദ്. ഈദ് ഈസ് ദ ലോക്കസ് ഓഫ് ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. എപ്പോഴും ഒരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഈദിനുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വേറൊരു പേരാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. പ്ലഷർ പ്രിൻസിപ്പിൾ ഈസ് ഈദ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ബർത്ത്. ഇറ്റ് എൻഡോസ് ദ ഇൻഫൻറ്റ് വിത്ത് ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ് ദാറ്റ് സീക്സ് സാറ്റിസ്ഫൈ ആൻഡ് അച്ചീവ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. കുട്ടികൾ പാല് കിട്ടിയില്ലെങ്കിൽ കരയും, അതുപോലെ തന്നെ അവർ ബെഡ് വെറ്റിംഗ് ചെയ്താൽ കരയും. അപ്പോൾ അതുപോലെ അവർക്ക് വേണ്ട, അവർക്ക് നീഡ്സ് ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് ഈദ്. ഈദ് ഡ്രിവൺ ബിഹേവിയേഴ്സ് ആർ ഇമ്പൾസീവ് ആൻഡ് മേ ബി ഇറാഷണൽ.
പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരത്തള്ളിച്ചയിൽ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈദ് ഡ്രിവൺ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അത് ഇമ്പൾസീവ് ആവാം, ഇറാഷണൽ ആവാം. നെക്സ്റ്റ് ഈസ് ഈഗോ. ഈഗോ ഈസ് ഓൾസോ കോൾഡ് ദ റാഷണൽ സെൽഫ് or the reality principle. It's very important. Reality principle. So ego is also called reality principle. It begins to develop between 4 and 6 months. Begins to develop between 4 and 6 months. The ego experiences the reality of the external world, adapts to it and responds to it. A primary function of ego is one of the mediator, maintains harmony among the external world, the id and superego. എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഉള്ള ഒരു റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈദും ഈഗോയും തമ്മിൽ ഒരു ഹാർമണിയിലെത്താനാണ് ഈദും സൂപ്പർ ഈഗോയും തമ്മിൽ ഒരു ഹാർമണിയിലെത്താനാണ് ഈഗോ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഈഗോ ഈസ് ദ വൺ വിച്ച് ഈസ് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. ഈഗോ ഈസ് ദ വൺ വിച്ച് ഈസ് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. നെവർ ഫോർഗെറ്റ് ദാറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഈസ് സൂപ്പർ ഈഗോ. എന്താണ് സൂപ്പർ ഈഗോ? ഇറ്റ് മൈറ്റ് ബി റെഫേർഡ് ആസ് പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ. അതായത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ, ഈ രണ്ട് വാക്കുകളിലും അത് അറിയപ്പെടാറുണ്ട്. ഒന്നുകിൽ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ട് വാക്കുകളിലും അറിയപ്പെടുന്ന ആളാണ് ഈ സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ വിച്ച് ഡെവലപ്സ് ബിറ്റ്വീൻ ഏജസ് ഓഫ് 3 and 6 years, ഇൻറ്റേർണലൈസസ് ദ വാല്യൂസ് മോറൽസ് സെറ്റ് ഫോർത്ത് ബൈ പ്രൈമറി കെയർ ഗീവേഴ്സ്. നമ്മൾ അച്ഛനമ്മമാർ കുട്ടികളെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണ് സൂപ്പർ ഈഗോ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. കമ്പോസ്ഡ് ഓഫ് 2 മേജർ കമ്പോണൻസ്, ഈഗോ ഐഡിയൽ ആൻഡ് കോൺഷ്യൻസ്. അതിവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. നെക്സ്റ്റ് ഈസ് ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. ആഫ്റ്റർ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി വി ആർ പാസിംഗ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് സൈക്കോ അനാലിറ്റിക് തിയറി, ദാറ്റ് ഈസ് ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. എന്താണ് ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും അല്ലേ, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രം നോക്കുക. യു ക്യാൻ സീ ആൻ ഐസ്ബർഗ് ഫ്ലോട്ടിംഗ് ഇൻ ദ സീ. നിങ്ങൾ ഐസ്ബർഗ് ഫിനോമിന ഓഫ് ഡിസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വരും ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലാവും, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ നമ്മൾ സീ ലെവലിൻ്റെ എബോവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഏറ്റവും അധികം ഭാഗവും സീയുടെ അടിയിലാണ്. ഇതേപോലെ തന്നെയാണ് ഏകദേശം നമ്മളുടെ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡ് സ്ട്രക്ചറിൻ്റെ അവസ്ഥയും. കോൺഷ്യസ് മൈൻഡ് ഇസ് ഓൾവേസ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ്. വളരെ കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് കോൺഷ്യസ് മൈൻഡായിട്ടുള്ളൂ. അതിൻ്റെ മുക്കാൽ ഭാഗവും അധിക പങ്കും വരുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ് പ്രീ കോൺഷ്യസ് മൈൻഡ്. ഇതാണ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ്. നമുക്കത് എങ്ങനെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ കോൺഷ്യസ് ഇൻക്ലൂഡ് ഓൾ മെമ്മറീസ് ദാറ്റ് റിമെയിൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽസ് അവെയർനെസ്. അയാളുടെ അവെയർനെസ്സിൽ ഉണ്ടാകുന്ന എല്ലാ മെമ്മറീസിനെ നമ്മൾ എന്ത് പറയുന്നു? കോൺഷ്യസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ് ദ 3 categories. ആ 3 കാറ്റഗറി പറഞ്ഞതിൽ ഏറ്റവും ചെറുതാണ് കോൺഷ്യസ് അവെയർനെസ്. ഈവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ഈസിലി റിമെമ്പേർഡ് ഓർ റിട്രീവ്ഡ് ആർ കൺസിഡേർഡ് ടു ബി വിത്തിൻ വൺസ് കോൺഷ്യസ് അവെയർനെസ്. പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കോൺഷ്യസ് അവെയർനെസ്സിൽ ഉള്ളതായിട്ടുള്ളൂ. അടുത്തത് നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെലിഫോൺ നമ്പേഴ്സ്, ബർത്ത്ഡേസ് ഓഫ് സെൽഫ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്, ഡേറ്റ്സ് ഓഫ് സ്പെഷ്യൽ ഹോളിഡേയ്സ്, ഇന്നെന്താണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ കോൺഷ്യസ് മൈൻഡിലുള്ളത്. കോൺഷ്യസ് മൈൻഡ് ഈസ് തോട്ട് ടു ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഈഗോ. ഈഗോയുടെ നിയന്ത്രണത്തിലുള്ള ഒന്നാണ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്. ദ റാഷണൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പേഴ്സണാലിറ്റി ഈസ് ഈഗോ. സോ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഈഗോ ഈസ് ദ റാഷണൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അപ്പം കോൺഷ്യസ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് പ്രീ കോൺഷ്യസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മെമ്മറീസ് that may have been forgotten or in present awareness, but with attention only it can be readily recalled into consciousness. അതായത് നമ്മൾ ഓർത്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ഇപ്പം നമ്മളുടെ കോൺഷ്യസ് അവയർനെസ്സിലില്ല. പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രീ കോൺഷ്യസ്. ജസ്റ്റ് അൺകോൺഷ്യസ് ആയിട്ടുമില്ല, കോൺഷ്യസ് ലെവലിൽ നിന്ന് ഒന്ന് മാറി കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. Examples include telephone numbers or addresses once known but little used, and feelings associated with significant life events that may have occurred sometimes in the past. നമ്മൾ എപ്പോഴെപ്പോഴും ഓർക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മറന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കോൺഷ്യസ്. അതായത് കോൺഷ്യസിൻ്റെയും അൺകോൺഷ്യസിൻ്റെയും ഇടയിൽ കിടക്കുന്ന
ഒരു ഏരിയയാണ് പ്രീ കോൺഷ്യസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് തോട്ട് ടു ബി പാർഷ്യലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സൂപ്പർ ഈഗോ. പ്രീ കോൺഷ്യസ് ഈസ് പാർഷ്യലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സൂപ്പർ ഈഗോ വിച്ച് ഹെൽപ്സ് ടു സപ്രസ് അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ്. നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന തോട്ട്സും ബിഹേവിയേഴ്സിനൊക്കെ നമ്മൾ പ്രീ കോൺഷ്യസിലേക്ക് സപ്രസ് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത് ഇറ്റ് ഈസ് പാർഷ്യലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അൺകോൺഷ്യസിനെ പറ്റിയാണ്. എന്താണ് അൺകോൺഷ്യസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മെമ്മറീസ് ദാറ്റ് വൺ ഈസ് അൺഏബിൾ ടു ബ്രിങ് ഇൻ ടു കോൺഷ്യസ് അവയർനെസ്. നമുക്ക് പുറത്തേക്ക് നമ്മൾ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത മെമ്മറീസാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദ 3 ടോപ്പോഗ്രഫിക്കൽ ലെവൽസ്. ഈ 3 എണ്ണത്തിലും ഏറ്റവും വലുതാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇറ്റ്സ് അണ്ടർ ദ സീ. സോ അതുകൊണ്ടാണ് നമ്മൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് കോൺഷ്യസ്നും അണ്ടർ ദ സീ ഉള്ളത് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസിഷൻ സോണിൽ കിടക്കുന്ന ഏരിയയാണ് പ്രീ കോൺഷ്യസ്. സോ അൺകോൺഷ്യസ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദ 3 ടോപ്പോഗ്രഫിക്കൽ ലെവൽസ് ആൻഡ് അൺകോൺഷ്യസ് മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് അൺപ്ലസൻറ്റ് ഓർ നോൺ എസെൻഷ്യൽ മെമ്മറീസ് ദാറ്റ് ഹാവ് ബീൻ റിപ്രസ്ഡ്. റിപ്രഷൻ എന്താണ്, സപ്രഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൻസ് മെക്കാനിസത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോ കാണുക, എന്നിട്ട് തിരിച്ചു വരിക. It can be retrieved only through therapy, hypnosis and certain substances that alter the awareness and have the capacity to restructure the repressed memories. നമ്മൾ ഹിപ്നോതെറാപ്പി വഴിയോ അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് വഴിയൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോർമൽ കേസിൽ അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ദെൻ അൺകോൺഷ്യസ് മെറ്റീരിയൽ മേ ഓൾസോ റീ എമർജ് ഇൻ ഡ്രീംസ്. സംടൈംസ് അത് ഡ്രീംസിലൂടെ പുറത്തു വരാമെന്നും ഫ്രോയിഡ് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് കോർ ആസ്പെക്റ്റ് ഓഫ് ദിസ് ടോപ്പിക്, ഫ്രോയിഡ്സ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇതിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. നമുക്ക് ഇതിനെ 3 ഹെഡിങ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏജ്, സ്റ്റേജ് ആൻഡ് മേജർ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ആദ്യത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ദാറ്റ് ഈസ് ഫ്രം ബർത്ത് ടു 18 months. ഓറൽ സ്റ്റേജ് ഈസ് ബർത്ത് ടു 18 months. ദ മേജർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണ്? റിലീഫ് ഫ്രം ആങ്സൈറ്റി ത്രൂ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ്. അതായത് ജനിക്കുന്ന കുട്ടി ആദ്യം ഒരു ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് ആണ് കാണിക്കുന്നത് അല്ലേ. ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കുട്ടിയുടെ ഗ്രാറ്റിഫിക്കേഷൻ. അതിൽ 2 ഫേസായിട്ട് പറയുന്നുണ്ട്. ഓറൽ ഇറോട്ടിക് ഫേസും ഓറൽ സാഡിസ്റ്റിക് ഫേസും 2ആയിട്ട് പറയുന്നുണ്ട്. ഓറൽ ഇറോട്ടിക് ഫേസിൽ കുട്ടിക്ക് പല്ല് മുളച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് കുട്ടി സക്കിങ് ആയിരിക്കും ഉണ്ടാവുക. ഓറൽ സാഡിസ്റ്റിക് ഫേസിൽ എന്തായിരിക്കും? കുട്ടിക്ക് പല്ല് മുളച്ച് വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് കുട്ടിക്ക് കൂടുതൽ പ്ലഷർ കിട്ടുന്നത് ബൈറ്റിങ്ങിലൂടെ ആയിരിക്കും. അങ്ങനെ 2 ഫേസായിട്ടാണ് പറയുന്നത്. അപ്പം ബർത്ത് ടു 18 months ഓറൽ ഫേസ് എന്നുള്ളത് മറക്കാതിരിക്കുക. അവിടെ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത് 18 months to 3 years. 18 months to 3 years ആ ഫേസിൻ്റെ പേരാണ് എയ്നൽ ഫേസ്. അവിടെ നമ്മൾ പറയുന്നത് ലേണിംഗ് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺട്രോൾ വിത്ത് ഫോക്കസ് ഓൺ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. അവിടെ നമ്മളെപ്പോഴും പറയുന്നത് ടോയ്ലറ്റ് കൺട്രോൾ എന്നുള്ളതാണ്. അതായത് കുട്ടി എക്സ്ക്രീറ്ററി ഫംഗ്ഷനെ പറ്റി കൂടുതൽ ബോധവാനാവുകയും സ്ഫിങ്ക്റ്റർ കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുകയും അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് കുട്ടി നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ എയ്നൽ സ്റ്റേജിൽ പറയുന്നത്. 18 months to 3 years. അടുത്തത് 3 to 6 years ഫാലിക് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് പാരൻ്റ് ഓഫ് ദ സെയിം സെക്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് സെക്ഷൽ ഐഡൻറ്റിറ്റി, ഫോക്കസ് ഓൺ ജെനൈറ്റൽ ഓർഗൻസ്. അതായത് കുട്ടി ഫാലിക് സ്റ്റേജിൽ മനസ്സിലാക്കുന്നു ഞാൻ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയാണ്, ഞാൻ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയെ പോലെയാണ് എന്നുള്ളതും എന്തുകൊണ്ടാണത് അങ്ങനെ എന്നുള്ളതും കുട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഫോക്കസ് ഓൺ ജെനൈറ്റൽ ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതാണ് പെണ്ണാണ് എന്നൊക്കെ അവർ തിരിച്ചറിയാൻ പഠിക്കുന്ന ഒരു സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് 6 to 12 years ലേറ്റൻസി. 6 to 12 years is ലേറ്റൻസി. ഇവിടെ എന്താണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്? സെക്ഷുവാലിറ്റി ഈസ് റിപ്രസ്ഡ്. അതായത് ഫാലിക് സ്റ്റേജിലുള്ള പോലെ സെക്ഷുവാലിറ്റി ഫോക്കസ് ഇല്ല. അതിന് പകരം അത് റിപ്രസ് ചെയ്തിട്ട് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് വിത്ത് സെയിം സെക്സ് പിയേഴ്സ്. കൂടുതൽ കൂട്ടുകാരുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അവർ കൂട്ടുകാരുമായി ഒത്ത് കളിക്കാനും അതുപോലെ അവരുടെ പിയർ ഗ്രൂപ്പ് സെയിം സെക്സ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പിൽ കൂടുതൽ സമയം ചെലവിടാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. അതാണ് ഈ ലേറ്റൻസിയുടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. അടുത്തത് 13 to 20 years ജെനൈറ്റൽ ഫേസ് എന്ന് പറയുമ്പം
ടീനേജ് കഴിഞ്ഞ് ആൾ മെച്ചുറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് 13 to 20 years. That is genital phase. Libido is reawakened, or sexual drive is reawakened as genital organs mature. Genital organs mature ആകുമ്പോൾ ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവ് റീഅവേക്കൻ ചെയ്യുകയും ആൻഡ് ദേ ഫോക്കസ് മോർ ഓൺ റിലേഷൻഷിപ്പ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഏജിലാണ് നമ്മൾ ഓപ്പോസിറ്റ് സെക്സുള്ള കുട്ടികളെ ഒക്കെ ശ്രദ്ധിക്കാനും പരസ്പരം ശ്രദ്ധിക്കാനും അതുപോലെയുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ കുട്ടികൾ എത്തിപ്പെടുന്നത്. ആ ഒരു കാലഘട്ടമാണ് 13 to 20 years or genital phase. So this is in nutshell about the psychosexual stages of development of Sigmund Freud, and also this is the end of this session, and we have already discussed the psychoanalytic theory given by Sigmund Freud, and it can be discussed under 3 major headings: structure of personality, topography of mind, and psychosexual stages of development. ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം അവസാനം ഒരു സെഷനായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കാണുക. നിങ്ങൾക്ക് കിട്ടാവുന്ന ചോദ്യ പുസ്തകങ്ങൾ, ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുകയോ അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുകയോ ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതുമാണ്. എന്തായാലും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. എന്തായാലും ഇത്രയും നേരം വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ് വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. താങ്ക് യു.